ഹായ് ഫ്രണ്ട്സ്, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായി നമുക്കൊന്ന് കാട് കയറാം. കാട്ടിലെ കർഷകർ എന്ന് കേട്ടിട്ടുണ്ടോ? കുടിയേറ്റക്കാർ, വനം കയ്യേറ്റക്കാർ എന്നൊന്നുമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതൊരു പക്ഷിയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാണ് ആ പക്ഷി. ഇത് ഏത് പക്ഷിയാണെന്ന് മനസ്സിലായോ? ഇതാണ് വേഴാമ്പൽ. ഇംഗ്ലീഷിൽ ഇതിനെ ഹോൺബിൽ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ പക്ഷിയെ കാട്ടിലെ കർഷകർ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. വിത്ത് വിതരണത്തിലും വനപുനരുജ്ജീവനത്തിലും നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ കാട്ടിലെ കർഷകർ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന വേഴാമ്പലുകൾ വനനശീകരണം, ആവാസ വ്യവസ്ഥയുടെ വിഘടനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കാരണം വർദ്ധിച്ചു വരുന്ന ഭീഷണി നേരിടുന്നു. വേഴാമ്പലിൻ്റെ ഇംഗ്ലീഷ് പേര് ഹോൺബിൽ എന്നാണ്. പലതരം വേഴാമ്പലുകൾ ഉള്ളതിനാൽ ഓരോന്നിനും പ്രത്യേകം പേരുകളുമുണ്ട്. ഉദാഹരണത്തിന്, നാട്ടുവേഴാമ്പൽ കോമൺ ഗ്രേ ഹോൺബിൽ എന്നും, പാണ്ടൻ വേഴാമ്പൽ മലബാർ പൈഡ് ഹോൺബിൽ എന്നും, മലമുഴക്കി വേഴാമ്പൽ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നും അറിയപ്പെടുന്നു. നമ്മുടെ കാടുകളിൽ കാണപ്പെടുന്ന വേഴാമ്പലിനെയാണ് മലമുഴക്കി വേഴാമ്പൽ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. മലമുഴക്കി വേഴാമ്പൽ എന്ന് വിളിക്കുന്നതിന് കാരണം അതിൻ്റെ ചിറകുകളുടെയും കരയുന്നതിൻ്റെയും ഉച്ചത്തിലുള്ള ശബ്ദം കാരണമാണ്. ഈ ശബ്ദം പർവ്വതങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്നതായി പറയപ്പെടുന്നു. ഈ ചങ്ങാതി കേരള സംസ്ഥാന പക്ഷി കൂടെ ആകുന്നു. ഇനിയും ചില വിഭവങ്ങളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. ഉമ്മത്ത്, ഡെറ്റ്യൂറ. ഉമ്മത്തും കായ, തോൺ ആപ്പിൾ. ഇത് ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ ശക്തമായ വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. മരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും അറിയാം. പൊട്ടറ്റോ എന്നാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പൊട്ടറ്റോ അല്ല, പൊട്ടേറ്റോയുമല്ല, പൊട്ടേറ്റോ. തുടക്കത്തിൽ പ എന്നാണ് ശബ്ദം വരുന്നത്. പൊട്ടേറ്റോ. ഉലുവ, ഫെന്യൂഗ്രീക്ക്. എരുക്ക്, മദർ. ഇതൊരു ഹിന്ദി വാക്കാണ്. മിൽക്ക് വീഡ് എന്നും പറയാം. എരുക്ക് വർഗ സസ്യം റൂബിയ. ഇതിൻ്റെ പൂവിന് ക്രൗൺ ഫ്ലവർ എന്ന് പറയുന്നു. എള്ള്, പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കും ഇതിൻ്റെ ഉച്ചാരണവും. സെസമി. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് സെസേം എന്നാണ്. ഓപ്പൺ സെസേം, ഷട്ട് സെസേം എന്ന്. തെറ്റാണ്. സെസമി. ഏലം, കാർഡമം. ഏഴിലമ്പാല, ഡിറ്റ ഓർ ബ്ലാക്ക് ബോർഡ് ട്രീ ഓർ ഡെവിൾ ട്രീ. ബ്ലാക്ക് ബോർഡ് ട്രീ എന്ന പേര് വരാൻ കാരണം മുൻകാലങ്ങളിൽ ബ്ലാക്ക് ബോർഡുകൾ നിർമ്മിക്കാൻ ഇതിൻ്റെ തടി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ്. ഡെവിൾ ട്രീ എന്ന് വിളിക്കുന്നതിനുള്ള കാരണം ഇതാണ്. ഈ മരങ്ങളിൽ ആത്മാക്കളോ പ്രേതങ്ങളോ വസിക്കുന്നുണ്ടെന്നും അതിൻ്റെ പൂക്കളുടെ സുഗന്ധത്തിന് വശീകരണ ശക്തി ഉള്ളതായും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ്. ഒലീവ് മരം, ഒലിവ്. കരുവേലകം, ടെറബിന്ത്. ഇതിൻ്റെ കറ ടർപ്പൻറ്റൈൻ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇതുപോലെയുള്ള രസകരമായ വിഷയങ്ങളുമായി തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.